ഇന്ന് ഞാൻ മാളിക്കുന്ന് വീട്ടിലേക്ക് 2 ദിവസം നിൽക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അബിയും വസ്മിയും കോട്ടപ്പാടത്തേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓളുടെ കൂടെ ഞാൻ കോട്ടപ്പാടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. നിയമോള് ഞങ്ങളുടെ കൂടെ മാളിക്കുന്നേക്ക് പോന്നിട്ടില്ലായിരുന്നു. ഓളും ഉമ്മാടെ അടുത്ത് തറവാട്ടിൽ നിൽക്കുകയാണ്. ഞാൻ ഇച്ചുകുട്ടി ഇശലുമാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നു. കോട്ടപ്പാടത്തേക്ക് നാത്തൂന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾക്ക് കോട്ടപ്പാടത്ത് നിന്ന് എന്തൊക്കെ 1-2 സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. ഓള് എറണാകുളത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി. ഞങ്ങൾ കോട്ടപ്പാടത്ത് എത്തിയപ്പോൾ ഒന്നും ആള് കോട്ടപ്പാടത്ത് എത്തിയിട്ടില്ലായിരുന്നു. പിന്നെ ഓള് വരുന്നേ നോക്കിയിട്ട് ഞങ്ങളെ കടയിൽ കുറച്ച് നേരം കാത്തു നിന്ന് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആളെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാളും പാടെ ഓൾക്ക് കുറച്ച് ബേക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കോട്ടാപ്പാടത്തന്നെയുള്ള ഒരു ഹോൾസെയിൽ കടയിലാണ് പോയിട്ട് അങ്ങനെ അവിടെ നോൾക്ക് വേണ്ട ബേക്കറി ഒക്കെ വാങ്ങിച്ചിട്ടേ പിന്നെ ഓൾക്ക് ഷാള് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കോട്ടാപ്പാടത്തന്നുള്ള ഒരു കടയിൽ കയറിയിട്ട് ഓൾക്ക് ഷാളൊക്കെ എടുത്തിട്ടുണ്ട്. ഷാളൊക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിക്കണമെന്ന് കരുതിയിട്ടേ ബേക്കറി നോക്കി ഇങ്ങനെ വരികയായിരുന്നു. അപ്പം മുന്നിൽ തന്നെ മാളിക്കുന്നിക്കുള്ള ബസ് ഇങ്ങനെ കൺമുന്നിൽ നിൽക്കുമ്പോൾ കയറല്ലാതെ കോലല്ല. പിന്നെ ഞങ്ങൾക്ക് അപ്പോൾ ഒന്നും മാളിക്കുന്നിക്കുള്ള ബസ്സില്ല. പിന്നെ ആ ഒരു ബസ്സിന് കയറിയിട്ടില്ലെങ്കിൽ വെറുതെ കോട്ടാപ്പാടത്ത് പോസ്റ്റ് അടിച്ച് നിൽക്കേണ്ടി വരും. എഴുതിയിട്ട് ഞങ്ങൾ നേരെ ബസ്സിൽ കയറി മാളിക്കുന്നിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മാളിക്കുന്നിൽ വന്നിട്ട് ജ്യൂസ് കിട്ടാത്തതിന്റെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഓരോ ഫ്രൂട്ടിയും വാങ്ങി അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല അപ്പോൾ ഒരു കോലമില്ല. പിന്നെ അവിടുന്ന് കുറച്ച് മുട്ടായി വാങ്ങിച്ച് അങ്ങനെ മാളികുന്നത്തെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോൾ ഉമ്മ നല്ല മോര് കറിയും അതുപോലെ തന്നെ ബീഫ് വരട്ടിയതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ചോറും വിളമ്പി നേരെ സിറ്റ് ഔട്ടിക്ക് പോന്നിട്ടേ അവിടെ ഇരുന്നിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ സിറ്റ് ഔട്ടിലൊക്കെ വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി. നമ്മൾ ടേബിളും ഇരുന്ന് ഫുഡ് കഴിക്കണേക്കാട്ടിലും അടിപൊളിയാണ് കേട്ടോ. ഉമ്മറ പടിയിൽ ഇങ്ങനെ വന്നിരുന്നിട്ടേ പുറത്തെ കാഴ്ചകളും കണ്ട് ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇതൊരു പ്രത്യേക തരം ഫീലാണ്. ഈ ഒരു ഫീൽ കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാം. അതിൽ കൂടെ പിന്നെ അമ്മമാരുണ്ടാക്കിയ ഫുഡും വേറെ ഒന്നും പറയാം ആസ്വദിച്ചിരുന്ന് അങ്ങോട്ട് കഴിച്ചു പോകും. ഇന്നെ പോലെ ആർക്കെങ്കിലും ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഇഷ്ടമല്ലോ ഒന്ന് പറയട്ടോ. അപ്പോൾ എത്ര ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.